ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 41-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. തൻ്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലുമെന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. ഈ വാക്യത്തിൽ നിഴലിടുന്നതായ ആശയം ഇന്ന് മനുഷ്യജാതിയെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഭയാനകമായ ഒരു വിപത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. സഹോദരന്മാർ തമ്മിലുള്ളതായ വൈരാഗ്യം. ആദിമ മാതാപിതാക്കന്മാരുടെ ആദ്യത്തെ മക്കൾ കയീനും ഹാബേലും അവർ വയലിൽ വെച്ച് ഒരാൾ ഒരുവനെ കൊന്നു. കയീൻ ഹാബേലിനെ കൊന്നു. സഹോദരനോട് വിദ്വേഷം. വിദ്വേഷത്തിൻ്റെ കാരണം എന്താണ്? വിദ്വേഷത്തിൻ്റെ കാരണം ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. കയീനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. കയീന് ഹാബേലിനോട് അസൂയയുണ്ടായി. കയീന് ഹാബേലിനോട് ദ്വേഷമുണ്ടായി. കയീന് ഹാബേലിനോട് കോപമുണ്ടായി. കയീൻ ഹാബേലിനോട് കോപിച്ചു. ഒരുമിച്ച് പോവുകയാണ് വയലിലേക്ക്. നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞ് വയലിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. വയലിലേക്ക് ചെന്നു. വയലിൽ വെച്ച് കയീൻ ഹാബേലിനോട് കയർത്തു. ഹാബേലിനെ കൊന്നു. വേദപുസ്തകത്തിൽ ഉടനീളം ഈ ഭീകരമായ വിപത്ത് നാം കാണുന്നുണ്ട്. പരസ്പരമുള്ളതായ വിദ്വേഷം, പരസ്പരമുള്ളതായ മത്സരം, പരസ്പരമുള്ളതായ അസൂയ, പരസ്പരമുള്ളതായ വൈരാഗ്യം, പകയും വിദ്വേഷവും ഹൃദയത്തിൽ കുമിഞ്ഞു കൂടിയിട്ട് അത് പ്രതികാര ചിന്തയായി, പ്രതികാരത്തിൻ്റെ അഗ്നിയായി കത്തി അങ്ങനെ മനുഷ്യജീവിതങ്ങൾ നഷ്ടപ്പെടുന്നു, നശിക്കുന്നു, അപകടത്തിൽ കലാശിക്കുന്നു. ഇവിടെ നാം അതാണ് കാണുന്നത്. ഏറ്റവും പ്രശസ്തമായൊരു കുടുംബത്തിലാണ് നടക്കുന്നത്. അനുഗ്രഹീതമായൊരു തലമുറയിലാണ് നടക്കുന്നത്. അനുഗ്രഹീതമായൊരു തറവാട്ടിലാണ് നടക്കുന്നത്. അബ്രഹാം പിതാവിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മക്കൾ രണ്ടുപേരും തമ്മിലാണ് ഈ മത്സരം വരുന്നത്. ഏറ്റവും ശോഭനമായൊരു അന്തരീക്ഷമായിരുന്നു ആ വീട്. കഴിഞ്ഞൊരവസരത്തിൽ നാം ചിന്തിച്ചതുപോലെ അബ്രഹാം പിതാവിൻ്റെ കുടുംബം ഇറ്റ് വാസ് എ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഹോം. അത് സവിശേഷതയുള്ളൊരു കുടുംബമായിരുന്നു. അത് അനുഗ്രഹീതമായൊരു കുടുംബമായിരുന്നു. അത് ശ്രേഷ്ഠമായൊരു കുടുംബമായിരുന്നു. എന്നാൽ ആ കുടുംബം ഇസ്ഹാക്കിൻ്റെ കാലമായപ്പോഴേക്കും അത് അനർത്ഥത്തിലേക്കും ദോഷത്തിലേക്കും നീങ്ങുന്നത് നാം കാണുന്നു. ഈ ഡിസപ്പോയിൻറ്റഡ് ഹോമായിട്ട് മാറി. നിരാശമുറ്റിയൊരു ഭവനമായി മാറി. എന്തൊരു അനുഗ്രഹീതമായ ഭവനമായിരുന്നു അത്. അത് നിരാശ നിറഞ്ഞൊരു ഭവനമായി മാറി. ഡിസപ്പോയിൻറ്റഡ് ഹോം. മാത്രമല്ല നാം ഇവിടെ കാണുന്നത് അതൊരു ഡിവൈഡഡ് ഹോമായി മാറി. ഡിവൈഡഡ് ഹോം. അവിടെ പരസ്പരം കിടമത്സരമാണ്. അത്ര വരുത്ത് അംഗസംഖ്യയൊന്നുമില്ല. വലിയ പ്രാരബ്ധങ്ങളുള്ളൊരു കുടുംബമല്ല. രണ്ട് മക്കൾ, ഏശാവും യാക്കോവും, രണ്ട് മക്കൾ. പക്ഷേ ജനിച്ചപ്പോൾ മുതൽ വൈരാഗ്യം വന്നു കഴിഞ്ഞു. ജനിച്ചപ്പോൾ മുതൽ ഭിന്നത ഉടലെടുത്തു കഴിഞ്ഞു. അനേകം കുടുംബങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നത് വൈരാഗ്യത്തിലാണ്. പരസ്പരമുള്ളതായ ഭിന്നതയിലാണ്. കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മദ്യപാനത്തിന് പോകുന്നില്ല, അല്ലെങ്കിൽ വേണ്ടാത്ത ജീവിതമില്ല, മ്ലേച്ഛമായ ദുഷ്കൃത്യങ്ങളില്ല, ദുഷ്ടതയുടെ മറ്റ് പ്രവർത്തനങ്ങളൊന്നുമില്ല. പരസ്പരമുള്ളതായ ഭിന്നത ഇന്ന് കുടുംബങ്ങളിൽ നിലകൊള്ളുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ ഭിന്നത കൊണ്ട് മുടിഞ്ഞു പോകുന്ന മക്കളുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ അഭിപ്രായ വ്യത്യാസം,
മക്കൾക്കാണ് കേടുവരുന്നത്. മക്കൾക്കാണ് അവർക്ക് പഠിക്കാൻ പറ്റാതെ പോകുന്നത്. അവർക്ക് ഒന്ന് ശാന്തമായിട്ടിരിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മയും അപ്പനും തമ്മിലുള്ളതായ ഉള്ളിൽ തിക്കുകൊണ്ട്, അവരുടെ ഉള്ളിലെ തിങ്ങൽ കൊണ്ട് മക്കളുടെ സ്വഭാവം നശിക്കുന്നെന്നുള്ളത് മാതാപിതാക്കൾ അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. അവരവർക്ക് അവരവരുടേതായ ന്യായങ്ങൾ കാണും, അവരവരുടേതായ അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടാവും, ന്യായീകരണങ്ങൾ കാണും. ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളായിരിക്കും. ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ ഇത്ര അർത്ഥശൂന്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ വഴക്കടിച്ചെന്ന് തോന്നിപ്പോകും. എത്ര നിസ്സാര കാര്യം. പക്ഷേ അതങ്ങ് പെരുപ്പിച്ച് അത് ഒറ്റപ്പൊരി വീടെ ചുടുമെന്ന് പണ്ട് ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ, ഒറ്റപ്പൊരി, ഒരു തീപ്പൊരി മതി ഒരു വീട് മുഴുവൻ കത്തിക്കാനെന്ന്. പണ്ട് ടോൾസ്റ്റോയുടെ കഥയിൽ ഒരു കഥ എങ്ങനെയാണ്, ഒരു നിസ്സാര കാര്യം മതി, വഴക്കങ്ങ് പെരുത്ത് അത് വലിയ നാശത്തിന് കാരണമാകും, രണ്ട് കുടുംബങ്ങൾ നശിക്കുന്നതിന് കാരണമായി തീർന്നുവെന്ന്. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യം പുലർത്താൻ എന്താണ് വേണ്ടതെന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഒരാളും താണേ പറ്റുകയുള്ളൂ, ഒരാളും താഴുക. രണ്ടുപേരും താഴാൻ രണ്ടുപേരും നോക്കിയിരിക്കണ്ട, ഇനിയാൾ താഴട്ടെ എന്ന് വിചാരിക്കണ്ട. ഒരാൾ താഴുക. താഴ്മയുണ്ടെങ്കിൽ മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. ജ്ഞാനിയായ സലോമൻ പറയുകയാണ്, മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. മൃദുവായ ഉത്തരങ്ങൾ, മാർദ്ദവമുള്ള വാക്കുകൾ, മധുരമായ വാക്കുകൾ, സ്നേഹാർദ്രമായ വാക്കുകൾ, സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ, ആ വാക്കുകളിൽ കൂടെ ക്രോധത്തെ ശമിപ്പിക്കാൻ കഴിയും. നേരെ മറിച്ച് പലപ്പോഴും ഇങ്ങോട്ടൊന്ന് പറയുമ്പോൾ അങ്ങോട്ട് രണ്ട് പറഞ്ഞ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അത് കോപാഗ്നി കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അസൂയയാണ് പറ്റിയത്. എന്താണ് കാരണം? ഏശാവിന് കിട്ടേണ്ടിയ അനുഗ്രഹം യാക്കോവിന് കിട്ടിപ്പോയി. ഏശാവിന് കിട്ടിയ അപ്പൻ്റെ വാക്കുകൾ എന്താണ്? 27-ാം അധ്യായം 38-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഏശാവിനോട് അപ്പൻ പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ഏശാവ് പിതാവിനോട്, നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളുവോ അപ്പാ? അപ്പാ, നിനക്കൊരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പാ. എന്നെയും കൂടി അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു. എന്നെയും കൂടി അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞ് ഏശാവ് പൊട്ടിക്കരഞ്ഞു. എന്നാറെ അവന്റെ അപ്പനായ ഇസഹാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത്, അപ്പനായ ഇസഹാക്ക് മകനോട് ഉത്തരമായിട്ട് പറഞ്ഞു, നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞു കൂടാതെയും ഇരിക്കും. അപ്പൻ പറഞ്ഞത് എന്താണ്? മോനെ, നിനക്ക് അനുഗ്രഹമില്ല എന്നാണ്, നിനക്ക് പുഷ്ടി ഉണ്ടാവുകയില്ല എന്നാണ്, ഈ ഭൂമിയിലെ പുഷ്ടി നിനക്ക് ലഭിക്കുകയില്ല എന്നാണ്, ആകാശത്തിലെ മഞ്ഞിൻ്റെ അനുഗ്രഹം നിനക്ക് കിട്ടുകയില്ല എന്നാണ്, പ്രകൃതി പോലും നിനക്ക് എതിരായിരിക്കുമെന്നാണ്, ഊഷര ഭൂമിയിൽ കൂടി നീ അലഞ്ഞു തിരിയേണ്ടി വരുമെന്നാണ്, നീ വരണ്ടുണങ്ങിയ ഭൂമിയിൽ കൂടി സഞ്ചരിക്കേണ്ടി വരുമെന്നാണ്, ഭൂമിയിലെ പുഷ്ടി നിനക്ക് ലഭിക്കുകയില്ല, ആകാശത്തിലെ മഞ്ഞിൻ്റെ കുളിർമ നിനക്ക് ലഭിക്കുകയില്ല, നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞു കൂടാതെയും ഇരിക്കും. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നീ വെട്ടിപ്പിടിക്കും. നീ നിന്റെ വാളുകൊണ്ട് യുദ്ധം ചെയ്താണ് നീ ജീവിക്കാൻ പോകുന്നത്. നിന്റെ ജീവിതത്തിൽ എന്നും കലക്കവും കലഹവുമായിരിക്കും, എന്നും പ്രശ്നമായിരിക്കും. നീ നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും. നിന്റെ സഹോദരനെ നീ സേവിക്കും. യേശാവേ, എനിക്ക് നിന്നോട് പറയാതിരിക്കാൻ വയ്യ. സത്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, വരാനിരിക്കുന്നത് ഞാൻ വെളിപ്പെടുത്തിക്കൊള്ളട്ടെ. നിന്റെ സഹോദരൻ്റെ ദാസനായിത്തീരും നീ. നിന്റെ സഹോദരൻ്റെ ദാസനായിത്തീരും നീ. നിന്റെ സഹോദരനെ സേവിക്കും. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ നുകം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. യേശാവിന് അപ്പൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടൽ വരുന്ന വാക്കുകളാണ്. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവൻ്റെ നുകം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. നിന്റെ കെട്ട് അത് നീ എങ്ങനെയെങ്കിലും അഴിഞ്ഞു കിട്ടാനായിട്ട് നീ ശ്രമിക്കും. നീ ബന്ധനത്തിലാകും. ആ ബന്ധനം ഒന്ന് അഴിഞ്ഞു കിട്ടാൻ നീ ശ്രമിക്കും. നീ അത് കുടഞ്ഞു കളയും. സഹോദരൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള അതിൻ്റെ യത്നം കുടഞ്ഞു കളഞ്ഞ് പോകുന്നത് പോലെ നീ പരിശ്രമിച്ച് അതിന് രക്ഷപ്പെടാൻ നീ നോക്കും. എൻ്റെ മോനെ, നീ നിന്റെ സഹോദരൻ്റെ ദാസനായി തീരുമല്ലോ. അപ്പന് സങ്കടമുണ്ട്, പക്ഷേ വരാൻ പോകുന്ന കാര്യം അപ്പൻ മുൻകൂട്ടി കാണുകയാണ്. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവൻ്റെ മുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. തൻ്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ചത് ഇങ്ങനെയൊന്നും പറഞ്ഞല്ല. അപ്പൻ എന്നോട്, എനിക്ക് അപ്പൻ ഇതല്ലേ തന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് തോന്നും, പണ്ട് കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് ഞാൻ വായിക്കുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്, പാവം ഏശാവിനോട് എന്താ ഇസഹാക്കിന് ചെയ്തത്.
യേശാവിനൊരു നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ. എന്തോരം കരഞ്ഞോ, പൊട്ടിക്കരഞ്ഞോ എന്നാണ് തിരുവചനം പറയുന്നത്. എന്നാൽ അപ്പൻ എന്താണ് അങ്ങനെ ചെയ്തത്? ഒരു കരുണ കാണിക്കാമായിരുന്നല്ലോ പ്രിയപ്പെട്ടവരെ. എന്നാൽ വചനം വായിച്ചു വന്നപ്പോഴാണ് ആശയത്തിൻ്റെ ഗൗരവം പിടികിട്ടിയത്. നാം വായിക്കുന്നുണ്ട് 25-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഏശാവ് ജ്യേഷ്ഠ അവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. എനിക്ക് ഈ ജ്യേഷ്ഠാവകാശം എന്തിനാ എന്ന് പറഞ്ഞ് ജ്യേഷ്ഠാവകാശത്തെ അവൻ അലക്ഷ്യമാക്കി കളഞ്ഞു. അവൻ്റെ നിത്യസമ്പത്ത് അവൻ തന്നെ വേണ്ട എന്ന് വെച്ചതാണ്. അവന് തൽക്കാലത്തെ അല്പം രസത്തിന് വേണ്ടി, അല്പം സുഖത്തിന് വേണ്ടി, മധുര പായസത്തിന് വേണ്ടി, ക്ഷണനേരത്തെ മധുരത്തിന് വേണ്ടി അവന് കിട്ടാമായ നിത്യമായ സന്തോഷത്തെയും സൗഭാഗ്യത്തെയുമാണ് അവൻ കളഞ്ഞു കുളിച്ചു പോയത്. അവൻ അല്പനേരത്തെ വയറിൻ്റെ രസത്തിന് വേണ്ടി, ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി, ജഡത്തിൻ്റെ ഇമ്പത്തിന് വേണ്ടി അവന് നിത്യമായ സൗഭാഗ്യമാണ് അവൻ കളഞ്ഞത്. അവൻ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. അവന് അനുഗ്രഹിക്കപ്പെടാനുള്ളതായ വഴികൾ അവൻ തന്നെ അടച്ചു കളഞ്ഞിരുന്നു. അവന് വരാൻ പോകുന്ന ദൈവം കണ്ടു. ദൈവം അത് അപ്പനായ ഇസ്ഹാക്കിൻ്റെ നാവിന്മേൽ വരച്ചു കൊടുത്തു. വരാനിരിക്കുന്ന കാര്യം പ്രവചനാത്മകമായി ഇസ്ഹാക്ക് പറഞ്ഞതാണ്. എന്നാൽ യാക്കോബിന് അപ്പൻ കൊടുത്ത അനുഗ്രഹം എന്താണ്? അത് 27-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം. അവൻ അടുത്തു ചെന്ന് അവനെ ചുംബിച്ചു. അവൻ അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ച് പറഞ്ഞത്, ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് പറഞ്ഞത്, ഇതാ എന്റെ മകന്റെ വാസന, ഇതാ എൻ്റെ മകൻ്റെ വാസന. യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ. ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. ദൈവം ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്ക, നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കുക. നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ, നിന്റെ സ്വന്തം സഹോദരന്മാർ, നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്നെ ശപിക്കുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ, നിന്നെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ. യാക്കോബിന് അനുഗ്രഹം സമൃദ്ധിയായി ചൊരിഞ്ഞു കൊടുക്കുകയാണ്. ഏശാവ് ഇതെല്ലാം കേട്ടു. യാക്കോബിന് അനുഗ്രഹം കിട്ടി, എനിക്ക് അനുഗ്രഹം കിട്ടിയില്ല. ഏശാവിൻ്റെ ഉള്ള് അസൂയ കൊണ്ട് നിറഞ്ഞു, കോപാവേശം കൊണ്ട് നിറഞ്ഞു. ഏശാവ് അപ്പനോട് കോപിക്കുകയാണ്, സഹോദരനോട് കോപിക്കുകയാണ്. ഹൃദയം നിറയെ പരിഭവമാണ്, ഉള്ളു നിറയെ പരാതിയാണ്, അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ കോപാവേശമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടെല്ലാം ഹൃദയത്തിൽ ഈർഷ്യ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? സ്വന്തം സഹോദരന്മാരോട് അസൂയയുണ്ടോ? അത് നിങ്ങളുടെ സ്വന്തം അമ്മയുടെ മക്കളായി പിറന്ന സ്വന്തം സഹോദരന്മാരോടാണോ? അതോ ആത്മീയ സഹോദരന്മാരോടാണോ? നിങ്ങൾക്ക് ഇന്ന് വാസ്തവത്തിൽ ഐക്യം ലഭിക്കാതിരിക്കുന്നത് എവിടെയാണ്? ഒരു മനസ്സ് കിട്ടാതിരിക്കുന്നത് എവിടെയാണ്? ഒരു ഹൃദയമായി നീങ്ങാൻ പറ്റാതിരിക്കുന്നത് എവിടെയാണ്? അപ്പൻ എനിക്ക് തന്നത് പോരാ, എനിക്ക് തന്നതും പോരാ, അപ്പൻ അനിയനാണ് കൊടുത്തത്, അല്ലെങ്കിൽ ചേട്ടനാണ് കൂടുതൽ കൊടുത്തത്, ഞാൻ കഷ്ടപ്പെടാൻ തന്നെ അപ്പൻ എൻ്റെ കഷ്ടപ്പാട് കാണുന്നില്ല, അപ്പൻ വീതം വെച്ചപ്പോൾ ഭാഗം വെച്ചപ്പോൾ എനിക്ക് കുറച്ചേ തന്നുള്ളൂ. പരാതികളുള്ളവരുണ്ട്, അപ്പനോട് പരിഭവമുള്ളവരുണ്ട്, അപ്പനോട് നിറഞ്ഞ ദേഷ്യമുള്ളവരുണ്ട്. പുറമേ പക്ഷേ പറയുന്നില്ലായിരിക്കാം, ചിലർ പുറമേ പറയുകയും ചെയ്യും. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ ഹൃദയം എങ്ങനെയാണ്? കുടുംബം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, തലമുറയിലേക്ക് ശാപങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ കെടുതികൾ വരാൻ പോവുകയാണ്. വേദപുസ്തകം തുടർന്ന് വായിക്കുമ്പോൾ കാണാം, ഏശാവിൻ്റെ സന്തതി പരമ്പരകൾ അവർ എക്കാലത്തും ഇസ്രായേൽ ജാതിക്ക് അടിമകളായി നിൽക്കുന്നത് കാണാം, ഇസ്രായേൽ ജാതിക്ക് കീഴേ താണു നിൽക്കുന്നതായിട്ട് കാണാം. ഏശാവിൻ്റെ സന്തതി പരമ്പരകൾ, ഏദോമ്യർ എക്കാലത്തും അവർ ക്ഷീണിത ജാതിയായി നാം കാണുകയാണ്. വേദപുസ്തക ചരിത്രം വായിക്കുമ്പോൾ കാണാം, സഹോദരങ്ങളെ, മനുഷ്യൻ അവന് തന്നെ അവൻ നാശം വരുത്തി വയ്ക്കുകയാണ്. നിങ്ങൾ ദയവായി ചിന്തിക്കൂ, എനിക്ക് ആരോടാണ് കോപമുള്ളത്? ആരോടാണ് വൈരുദ്ധ്യമുള്ളത്? ആരോടാണ് വൈരാഗ്യമുള്ളത്? എത്ര ഉന്നതമായ ബിരുദമുണ്ടെങ്കിലും, വിദ്യാഭ്യാസമുണ്ടെങ്കിലും, നല്ല സാഹചര്യമുണ്ടെങ്കിലും, ധനസമൃദ്ധിയുണ്ടെങ്കിലും, സംസ്കാര സമ്പന്നനായി അറിയപ്പെടുന്നയാളാണെങ്കിലും ചിലരോടുള്ള വൈരാഗ്യം കൊണ്ട്
ഇന്ന് ജീവിതം, ഹൃദയം അങ്ങ് ജീർണിച്ചിരിക്കുകയല്ലേ? ഹൃദയം അങ്ങ് ചീഞ്ഞ ദുർഗന്ധം വ്യാപിച്ചിരിക്കുകയല്ലേ? ചില കാര്യങ്ങളിലുള്ള കടുംപിടുത്തം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയല്ലേ? അത് ഞാൻ ഒരിക്കലൊരു പഴയ കഥ വായിച്ചു. രസകരമായൊരു കഥയാണ്. നിങ്ങൾ കുട്ടികൾ, പക്ഷേ നിങ്ങൾ ചെറുകുട്ടികളായിരുന്ന കാലത്ത് സ്കൂളിൽ പഠിച്ചു കാണും. ആ അപ്പന് 4 മക്കളുണ്ടായിരുന്നു. ഈ മക്കൾ 4 പേരും അപ്പൻ മരിക്കാറായപ്പോൾ അപ്പൻ്റെ അടുക്കൽ ചെന്നു എന്നാണ് കഥ. അപ്പൻ്റെ അടുക്കൽ 4 പേരും കൂടിയിട്ടുണ്ട്. ആ കഥയിൽ അപ്പൻ അവരോട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ 4 പേരും ഓരോ ചുള്ളി കമ്പ് കൊണ്ടുവരിക, ഓരോ ചുള്ളി കൊണ്ടുവരിക. അപ്പൻ്റെ അടുക്കൽ അവരത് കൊണ്ടുവന്നു. അവരോട് പറഞ്ഞു, നിങ്ങളിത് 4ഉം കൂട്ടിക്കെട്ടുക. 4ഉം കൂട്ടിക്കെട്ടി നന്നായിട്ട് കെട്ടി. മക്കളെ, അത് ഒടിക്കാൻ പറഞ്ഞു. ഒടിക്കാൻ പറ്റുകയില്ല, 4 വടിയാണ്. ഈ 4 വടിയും ചേർത്ത് വെച്ചു. ഒടിക്കാൻ നോക്കി, പക്ഷേ ഒടിക്കാൻ പറ്റുന്നില്ല, ചേർത്ത് കെട്ടിയിരിക്കുകയാണ്. അത് കഴിഞ്ഞു. അപ്പൻ പറഞ്ഞു, അതെല്ലാം കെട്ടഴിച്ചിട്ട് വെവ്വേറെ വയ്ക്കാൻ പറഞ്ഞു. ഓരോന്നും ഒടിക്കാൻ പറഞ്ഞു. ഓരോന്നും ദ്രുതഗതിയിൽ ഒടിച്ചു. ഒടിക്കാൻ പ്രയാസമില്ല, വേഗം ഒടിക്കാൻ പറ്റി. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? അപ്പൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, മക്കളെ, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു മുനയായി, നിങ്ങൾ ഒരു ഹൃദയമായി, നിങ്ങൾ ഐക്യത്തോടെ നിന്നാൽ നിങ്ങളെ ഒടിക്കാൻ ആർക്കും സാധ്യമല്ല, നിങ്ങളെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. നിങ്ങൾ ഒറ്റയായി പിരിഞ്ഞു നിന്നാൽ നിങ്ങളെ തകർക്കാൻ പറ്റും, നിങ്ങളെ നശിപ്പിക്കാൻ പറ്റും. സഹോദരങ്ങളെ, ഇന്ന് അനേകം കുടുംബങ്ങൾ നശിക്കുന്നത് എങ്ങനെയാണ്? ഭിന്നത അകത്ത് വന്നിരിക്കുന്നു. അനേകം സ്ഥാപനങ്ങൾ മുടിയുന്നത് എങ്ങനെയാണ്? ഭിന്നത അകത്ത് വന്നിരിക്കുന്നു. അനേകം കൂട്ടായ്മകൾ നശിക്കുന്നത് എങ്ങനെയാണ്? കൂട്ടായ്മകളിൽ തൊഴുത്തിൽ കുത്തു നടക്കുന്നു. കൂട്ടായ്മകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പുകൾ നടക്കുന്നു. കൂട്ടായ്മകളാണ്. സഭകൾ തകർന്നത് എങ്ങനെയാണ്? സഭകൾ വീര്യം കെട്ടുപോയത് എങ്ങനെയാണ്? സഭകൾ ക്ഷീണിച്ചു പോയത് എങ്ങനെയാണ്? സഭകളിലെല്ലാം പറ്റിയിരിക്കുന്ന അപകടം ഇതാണ് സംഭവിക്കുന്നത്. പരസ്പരം ഭിന്നത വരുന്നു, പരസ്പരം ഐക്യം നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്നത് കേൾക്കുമ്പോൾ സഭ അതല്ല, സമുദായം അതല്ല, അത് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്ഥാപനം അതുമല്ല. നിങ്ങൾ ദയവായി നിങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കൂ. നിങ്ങളുടെ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒരു ഹൃദയമായി നിൽക്കാൻ പറ്റുന്നുണ്ടോ? കുടുംബത്തിൽ ദൈവരാജ്യം വരട്ടെ. ഈ സമയത്ത് എനിക്ക് വ്യക്തമായ കാര്യം നിങ്ങളോട് പറയാനുണ്ട്. കുടുംബത്തിൽ ദൈവരാജ്യം വരണം. കുടുംബം സ്വർഗമായി തീരണം. കുടുംബം സ്വർഗീയ സ്നേഹമായി തീരണം. ഐക്യം പുലർത്തുന്ന കുടുംബങ്ങളായി തീരണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണ കഥ സ്റ്റാൻലി ജോൺസാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണ കഥ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ദൈവരാജ്യം എന്നുള്ള പുസ്തകത്തിൽ അത് കുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ദയവായിട്ട് ഒന്നുകൂടി എടുത്ത് വായിച്ചാൽ കൊള്ളാം. ഒരു കഥയാണത്. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യത്തിൽ ഒരു ദൈവദാസനെ മാലാഖ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. സ്വർഗം കാണിപ്പാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നരകം കാണിപ്പാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. സ്വർഗവും നരകവും കാണിച്ചു. കഥ നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. നരകത്തിലേക്ക് ആദ്യം കൂട്ടിക്കൊണ്ടുപോയി. നരകം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ നാശമാണ്, എപ്പോഴും ഒരു സ്വസ്ഥതയില്ലാത്ത സ്ഥലമാണെന്നൊക്കെയാണ് ധരിച്ചത്. അല്ല, അവിടെ ഭക്ഷണ സമയത്താണ് അവിടെ ഈ ദൈവദാസനെ മാലാഖ കൂട്ടിക്കൊണ്ടുപോയത്. ഭക്ഷണ സമയത്ത് മേശകളിലെല്ലാം ഭക്ഷണം ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുന്നു. അതോ വളരെ വിശിഷ്ടമായ ഭക്ഷണങ്ങൾ, നല്ല സ്വാദിഷ്ടമായ ഭോജനം, നല്ല രുചികരമായ ഭക്ഷണം എല്ലാ മേശകളിൽ ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുകയാണ്. ഈ ദൈവദാസനോട് പറഞ്ഞു, നോക്കിക്കോ, ഇവരെല്ലാം നരകത്തിലുള്ളവരെല്ലാവരും ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരും. ഭാവനയാണ്, അങ്ങനെ നടന്നതല്ല, ഭാവനയാണ്. നരകത്തിലുള്ളവരെല്ലാവരും വരുന്നു. എല്ലാവരും വന്ന് ഭക്ഷണമേശയിൽ വന്നിരിക്കുന്നു. അവർ വന്നു. ഈ ഭക്ഷണം നല്ല സ്വാദുള്ള ഭക്ഷണമാണ്, വായിൽ നനവൂറുന്ന ഭക്ഷണമാണ്. അത് കൊതിയോടുകൂടി എടുത്ത് ഭക്ഷണം കഴിക്കാൻ ബന്ധപ്പെട്ട് ഇങ്ങനെ വാരി എടുക്കുകയാണ്. എടുക്കുമ്പോൾ അത് വായിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, കാരണം കൈ മടങ്ങുന്നില്ല. കൈയുടെ രണ്ട് വശത്തും ഓരോ വലിയ വാരിക്കമ്പ് വെച്ച് കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് കൈ വളയ്ക്കാൻ പറ്റുകയില്ല. കൈ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് തിരിക്കാൻ പറ്റുന്നില്ല. കൈ എടുത്ത് വളയ്ക്കാൻ പറ്റാതെ വായിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൈ അതിൽ ഈ ഭക്ഷണം എടുത്തിട്ടിങ്ങനെ വലിച്ച് അകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും തോറും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് നിരാശ വരുന്നു. നിരാശ വന്നപ്പോൾ കോപം വരുന്നു. ഉടനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പാത്രങ്ങൾ വലിച്ചെറിയുകയാണ്. ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ വലിച്ചെറിയുകയാണ്. കലാപമായി, അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു, കോപാവേശമായി, ആക്രോശങ്ങളായി, വലിയ ബഹളമായി. നരകത്തിൻ്റെ ഭീകരത ദൈവദാസനെ കാണിച്ചു കൊടുത്തു. കണ്ടില്ലേ, നരകം ഇങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. നമുക്ക് നോക്കാം, സ്വർഗത്തിലേക്ക് പോകാം. സ്വർഗത്തിലെത്തിച്ചു. ഇതേ ആഹാരം തന്നെ, ഇതേപോലുള്ള ഭക്ഷണമേശ തന്നെ, ഇതേപോലെ തന്നെയാണ് അവിടെയുള്ളവർ. അപ്പോൾ ദൈവദാസൻ നോക്കിയപ്പോൾ അവരുടെ കയ്യിലും വെച്ച് കെട്ടിയിട്ടുണ്ട്.
സ്വർഗത്തിലുള്ളവരുടെ കയ്യിലും വെച്ച് കെട്ടിയിട്ടുണ്ട്. അവരാഹാരം എടുത്തു, എങ്ങോട്ട് കൊടുവരില്ല, സ്വന്തം കയ്യിലേക്ക് അടുപ്പിക്കുകയല്ല, ഇതിങ്ങനെ കൊടുത്ത് മറ്റവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. മറ്റവൻ ഇങ്ങോട്ട് വെച്ച് കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. അവിടെ സ്നേഹമാണ്, അവിടെ ഐക്യമാണ്. കഥ പറഞ്ഞു പോകാനല്ല, ഈ കഥ കേൾക്കാനുമല്ല, അതിനപ്പുറത്ത് ഞാൻ പറയട്ടെ, പരസ്പരം സ്നേഹത്തിൻ്റെ, പരസ്പരം സൗഹൃദത്തിൻ്റെ, പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തിൻ്റെ നിസ്വാർത്ഥമായ സമീപനം നമുക്ക് വരുമ്പോൾ അവിടെ സ്നേഹമാണ്, അവിടെ ഐശ്വര്യമാണ്, അവിടെ സമൃദ്ധിയാണ്, അവിടെ സന്തോഷമാണ്, അവിടെ സമാധാനമാണ്. നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഐക്യം പുലരണം, സമാധാനം പുലരണം. അതിനുള്ള മാർഗമാണ് കർത്താവായ യേശു ക്രൂശിൽ കാണിച്ചു തന്നത്. യേശു തമ്പുരാൻ ക്രൂശും പേറിപ്പോകുമ്പോൾ അവിടത്തേക്ക് ആരോടും പരിഭവം ഉണ്ടായിരുന്നില്ല, ആരോടും പരാതി ഉണ്ടായിരുന്നില്ല. എന്തിനോട് ഇങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നില്ല, എന്തിനെൻ്റെ മുഖത്ത് തുപ്പി എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നില്ല, എൻ്റെ കന്നത്തേക്ക് എന്തിനടിച്ചു എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നില്ല. കർത്താവിൻ്റെ ഉള്ളിൽ പരിഭവം ഉണ്ടായിരുന്നില്ല. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ആദ്യമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. അതിൽ കുറഞ്ഞൊന്നുമല്ല നമുക്ക് വേണ്ടത്. ക്രൂസിൽ കാണിച്ചു തന്ന ഈ സ്നേഹം ഇത് പ്രസംഗത്തിൻ്റെ വാക്കുകളിൽ തങ്ങി നിന്നാൽ പോരാ, ഇത് പുസ്തകത്തിൻ്റെ പേജുകളിൽ തങ്ങി നിന്നാൽ പോരാ. അതിനപ്പുറത്തേക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ മേഖലകളിലൊക്കെയും ഈ സ്നേഹം വന്ന് വിടർന്നു നിൽക്കണം, പ്രശോഭിച്ച് നിൽക്കണം. കർത്താവേ, ഈ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. കർത്താവേ, ഞാൻ മനഃപൂർവ്വം ക്ഷമിക്കുന്നു, ഞാൻ മനഃപൂർവ്വം പൊറുക്കുന്നു. നിങ്ങൾക്ക് പറയാമോ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനിക്കാമോ ആരോടെല്ലാം നിങ്ങൾക്ക് അകൽച്ചയുണ്ടോ, ആരോടെല്ലാം നിങ്ങൾക്ക് പരിഭവമുണ്ടോ, ആരോടെല്ലാം നിങ്ങൾക്ക് പ്രയാസമുണ്ടോ, ആരോടെല്ലാം നിങ്ങൾക്ക് പരാതിയുണ്ടോ, ആരെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഹൃദയത്തിൽ ഈർഷ്യയുണ്ടോ, എല്ലാം നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു എന്ന് നിങ്ങളുടെ ഉള്ളം കൊണ്ടൊന്ന് പറഞ്ഞു നോക്കൂ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് അസാധ്യമായത് ഞാനിതാ തീരുമാനമെടുക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനിതാ, യേശുവേ, ഞാൻ എൻ്റെ ഹൃദയപൂർവ്വം ഞാൻ ക്ഷമിക്കുന്നു, എൻ്റെ മനസ്സോടെ ഞാൻ ക്ഷമിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ സ്നേഹിപ്പാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ നന്മ ആഗ്രഹിക്കാം, അവരുടെ ശ്രേഷ്ഠമായ ഭാവി ആഗ്രഹിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ദയവായി നിങ്ങളെ തന്നെ നിങ്ങൾ താഴ്ത്തി കൊടുക്കൂ. കുരിശിൻ ചൂടിലേക്ക് താഴുക എന്ന് പറയുന്നത് കുരിശിലെ താഴ്മയിലേക്ക് താഴുക, കുരിശിലെ സ്നേഹത്തിലേക്ക് താഴുക, കുരിശിൻ ചൂട്ടിൽ അർപ്പണം ചെയ്യുക എന്ന് പറയുന്നത് കുരിശിലെ സ്നേഹം ഉൾക്കൊള്ളുക എന്നാണ്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രൂശിലെ സ്നേഹത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുക. യേശുവിൻ്റെ തിരുവിലാവ് തുറന്നൊഴിയ തിരുരക്തത്താൽ ആ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകട്ടെ, ആ സ്നേഹം നിങ്ങൾ വ്യാപരിക്കട്ടെ, ആ സ്നേഹം നിങ്ങളുടെ ഭിന്നതകൾ മാറ്റട്ടെ, ആ സ്നേഹം നിങ്ങളുടെ സ്വാർത്ഥതകൾ മാറ്റട്ടെ, ക്രൂസിലെ സ്നേഹം നിങ്ങളുടെ അസൂയ മാറ്റട്ടെ, ക്രൂസിലെ സ്നേഹം നിങ്ങളുടെ കോപശീലം മാറ്റട്ടെ, ക്രൂസിലെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സത്യസ്നേഹം പകരട്ടെ, ക്ഷമ പകരട്ടെ. അങ്ങനെ നിങ്ങളുടെ കുടുംബം സ്വർഗമായി തീരട്ടെ. നിങ്ങൾ ഓരോരുത്തരും സ്വർഗീയമായ സമാധാനം ഇവിടെ വെച്ച് അനുഭവിക്കുന്നവരായി തീരട്ടെ. എന്നിട്ടോ മരിച്ച് കടന്നു ചെല്ലുമ്പോൾ നിത്യസ്വർഗത്തിൻ്റെ സോപാനങ്ങളിലേക്ക് ഉയർന്നു ചെല്ലുവാൻ ഇടയാകട്ടെ. ഈ സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാകാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. വചനം കേട്ട് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ അത്ഭുത അനുഭവം പ്രദാനം ചെയ്യണമേ. എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.